പറയാനാണ്. ഇപ്പം എൻ്റെ ഇരിക്കുന്നത് ഡിവാൾട്ടിൻ്റെ ഡ്രില്ലിംഗ് മെഷീനാണ്. ഇതിപ്പോൾ നമുക്ക് തിരിച്ച് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കാൻ വേണ്ടി ഇതുണ്ടോ ഞാൻ ഫുൾ. അപ്പോൾ ഈ ഡ്രില്ലിൻ്റെ കാണുന്ന ഈ നമ്പറുകളുണ്ടോ പാറ്റേണിൻ്റെ ഇതിങ്ങനെ ഊരിയെടുക്കുക. നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഒരുപാട് ആളുകൾക്ക് ഒരു സംശയമുള്ളൊരു കാര്യമാണ് ഷോപ്പിൽ പോയിട്ട് ഏത് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ് വാങ്ങിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്പിൽ നമ്മൾ താമസിക്കുമ്പോഴേക്കും നമുക്ക് നാട്ടിലെ പോലെയല്ല, ചെറിയൊരു സ്ക്രൂ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഡ്രില്ല് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഈ മെഷീൻ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസയാവും. അപ്പോൾ അത് കാരണം ഇതുപോലുള്ള ഒരു മെഷീൻ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോകളിൽ സംശയമായിട്ട് ഏത് ടൈപ്പാണ് ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിക്കുന്നത്, ചില ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പല ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ പറയുന്നു, അവർക്ക് മനസ്സിലാകാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു പറയാൻ വേണം. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഡിവാൾട്ടിൻ്റെ ഡ്രില്ലിംഗ് മെഷീനാണ്. അതായത് ഡ്രില്ലും ഹാമറിങ് കൂടെ ഒന്നിച്ചുള്ളത് കോമ്പി ഡ്രില്ലാണ്. കോമ്പി ഡ്രിൽ എന്ന് വെച്ചാൽ സ്ക്രൂയിങ്ങും ഉണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് ഡ്രില്ലിങ്ങും ചെയ്യാം. ഡ്രില്ലിംഗ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പാണ് വരുന്നത്. നമുക്ക് വുഡിൽ ഡ്രില്ല് ചെയ്യാം, അതുപോലെ തന്നെ ഹാമറിംഗ് എന്ന് പറഞ്ഞിട്ട് പവർഫുള്ളായിട്ട് നമുക്ക് കോൺക്രീറ്റ് ഭിത്തിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതിൻ്റെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നമുക്കിങ്ങനെ. അപ്പോൾ ഈ ഡ്രില്ലിൻ്റെ കാണുന്ന ഈ നമ്പറുകളുണ്ടോ 1, 2, 3 എന്നുള്ള കാണുന്ന നമ്പർ കണ്ടോ, ഇത് ഈ സ്ക്രൂയിങ്ങിൻ്റെ പവറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ തിരിച്ച് ഇങ്ങനത്തെ 15 വരെ ഇതിന് പവറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഒരു സിമ്പിൾ കണ്ടോ, ഈ ഒരു സിമ്പിളും ഈ ഒരു സിമ്പിളും. ഇത് സ്ക്രൂയിങ്ങിൻ്റെ സിമ്പിളും ഇത് ഹാമറിങ്ങിൻ്റെയാണ്. അതായത് സ്ക്രൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വുഡ് ആ ഒരു ടൈപ്പ്, അതായത് വലിയ പവറൊന്നും വേണ്ട, ആ ഒരു സാധനത്തിനാണ് നമ്മൾ സ്ക്രൂയിങ്ങിൻ്റെ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡാണ് ഇവിടെ കാണുന്ന 1 ഉം 2 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ ഹാമറിങ്ങിനോട് നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോഴേക്കും അപ്പം ഈ ഡ്രില്ലിൻ്റെ മെയിനായിട്ടുള്ള ഒരു സാധനം എന്നാണ് ഞാൻ പറയുന്നത് ഹാമറിങ്. അതായത് നമുക്ക് ബ്രിക്സ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആ ഒരു ടൈപ്പ് സ്ഥലത്തൊക്കെ നമുക്ക് സ്ക്രൂ ചെയ്യണത്. നമ്മൾ പ്ലഗൊക്കെ ഇല്ലേ, പ്ലഗൊക്കെ കുത്തി കയറ്റിയിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കത്തില്ലേ, ഒരു മിറർ ഹാങ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പിക്ചർ ഹാങ് ചെയ്യണമെങ്കിലോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡാണ് ഇവിടെ വരുന്നത് 1, 2 എന്നുള്ളത്. ഇത് 1 എന്ന് പറയുമ്പോൾ സ്പീഡ് കുറവാണ്, 2 എന്ന് പറയുമ്പം നല്ല സ്പീഡുണ്ട്. അപ്പം നമ്മുടെ ഭിത്തി ഏത് ടൈപ്പ്, അത് ഭയങ്കര കോൺക്രീറ്റ് ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഇട്ടിട്ട് വേണം ഡ്രില്ല് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിൽ പ്ലഗ് ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ടൈപ്പ്. അത് ഓർത്ത് വെച്ചോളുക. ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ സ്ക്രൂയിങ് എന്ന് പറയുമ്പോൾ വുഡ് എന്ന് വിചാരിച്ചാൽ, അതായത് വളരെ കോൺക്രീറ്റ് അല്ലാത്ത ടൈപ്പിന് ഇടാൻ വേണ്ടിയാണ് സ്ക്രൂ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ നമ്പറുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്ക്രൂ ചെയ്യുക, നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇല്ലേ, സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ നമ്പറുകൾ. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഡിവാൾട്ടിൻ്റെ മെഷീൻ്റെ അകത്തോട്ട് നമ്മളൊരു ബിറ്റ് എങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ ഇത് നമ്മുടെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള ബിറ്റാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇവിടുത്തെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മൾ തിരിക്കുമ്പോഴേക്കും ഇത് ഓപ്പൺ ആവും. അപ്പം നമുക്കൊരു വേണ്ട രീതിയിൽ ഓപ്പൺ ആക്കി എടുക്കുക. എന്നിട്ട് ഇതൊരു കയറുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കണ്ടോ. എന്നിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇപ്പോൾ ടൈറ്റായി കഴിയുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കണ്ടോ, ഈ സൗണ്ട് കേൾക്കും. ഇതിപ്പം ഇങ്ങോട്ടാണ് കറയുന്നത്, നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എപ്പോഴും നമ്മൾ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇതുണ്ടോ. അപ്പം ഞാനൊരു സ്ക്രൂ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഇതിൻ്റെ സ്പീഡും കൂടെ നമ്മൾ മാറ്റിയിടുന്നുണ്ടേ. ഇതുണ്ടോ സ്പീഡ്. നമുക്കിപ്പോൾ ചെറിയൊരു സ്ക്രൂയിങ് അല്ലേ, അപ്പോൾ വലിയ സ്പീഡൊന്നും വേണ്ട. ഇപ്പം ഞാനൊരു 5 ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണേ. എൻ്റെ ഈ ഒരു സ്ക്രൂ നമ്മൾ ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഞാൻ ഫുള്ള് സ്ക്രൂ ചെയ്യുന്നില്ല, കാര്യം ഇത് അങ്ങ് ഫുള്ളം കയറിപ്പോയിട്ട് ഇതായി പോവും. കാണിച്ചുതരാം. കണ്ടോ, ഫുള്ള് കയറിപ്പോയി. 5 ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നു, പക്ഷേ അതിൻ്റെ സ്പീഡ് കണ്ടോ പെട്ടെന്ന് ഇതാവുന്നത്. ഇതിപ്പോൾ നമുക്ക് തിരിച്ച് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ കാണോ, ഇത് തന്നെ ഇങ്ങോട്ട് ഇൻസുലേറ്റ് ആക്കി കൊടുക്കുന്നു. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇത് ഫുള്ള് തിരിഞ്ഞ് ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ ഉണ്ടോ, സിമ്പിളാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ബിറ്റ് ഊരി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തിരിച്ചെടുക്കുന്നു, സിമ്പിളായിട്ട് ഊരി എടുക്കുന്നത് കണ്ടോ. നമ്മുടെ മറ്റേ വുഡിലിടുന്ന ബിറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. വുഡ് അടിക്കുന്ന ബിറ്റാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഇതുണ്ടോ, നമ്മുടെ ആ ഹോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ടൈറ്റ് ആക്കുന്നു, ടൈറ്റ് ചെയ്യുന്നു. സിമ്പിൾ. സൗണ്ട് കേൾക്കുന്നു, സംഭവം റെഡി. അപ്പോഴത്തേയാണ് നമ്മൾ
വുഡിലേക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. ഡ്രില്ലിങ്ങിൻ്റെ ആ ഓപ്ഷനിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇതേ നമ്മൾ പതിയെ ഇതിൻ്റെ സ്പീഡ് ഇപ്പോൾ 1-ലാണ് കിടക്കുന്നത്. അപ്പം അധികം സ്പീഡ് വേണ്ട നമുക്ക്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു തടിയാണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടോ ഇതായി ഊരിയെടുക്കാൻ വേണ്ടി ആയിട്ട് അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ക്ലോക്ക് വൈസ്, ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതും ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ഊരിയെടുക്കാനുള്ളതും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഭിത്തിയിലേക്ക് തുളയ്ക്കാനായിട്ടൊന്നും ഇല്ല ഇപ്പോൾ അവിടെ. അല്ലാതെ ഞാനത് വോളിലൂടെ തുളയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാവേ. ഓക്കെ, പിന്നെ ഈ വരുന്നത് ഇതിൻ്റെ ബാറ്ററിയാണിത്. ബാറ്ററി ഇതിൻ്റെ ഇതിങ്ങനെ ഊരിയെടുക്കുക. ഇത് നമുക്ക് സെപ്പറേറ്റ് ചാർജിങ് മെഷീനുണ്ട്, ചാർജ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ഈ മെഷീൻ വാങ്ങിച്ചപ്പോഴേക്കും ഇതിൻ്റെ കൂടെ 2 ബാറ്ററിയോടെ കിട്ടിയായിരുന്നു. ഒരു ഓഫർ കിട്ടിയതാണ്. അന്ന് ഡിവാൾട്ടിൻ്റെ ഈ മെഷീനിന് ഏകദേശം ഒരു 129 യൂറോ ആയിരുന്നു 2 ബാറ്ററിയും ഇതും കൂടെ ഉൾപ്പെടെ. നമ്മൾ ഒരു സാധാരണ ഒരു വീട്ടിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്ര എക്സ്പെൻസീവായിട്ടുള്ള ഒരു മെഷീൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ സാധാരണ വല്ലപ്പോഴും എങ്ങാനും ഒരു സ്ക്രൂ ചെയ്യാനോ ഡ്രിൽ ചെയ്യാനോ ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടി നമ്മുടെ അയർലൻഡിലാണെന്നെങ്കിൽ സ്ക്രൂ ഫിക്സ് എന്ന് പറയുന്ന ഷോപ്പുണ്ട്. അവിടെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ടൈറ്റൻ എന്ന് പറയുന്നൊക്കെ ബ്രാൻഡ്, ഇതേ സെയിം ഓപ്ഷൻസ് എല്ലാം ഉള്ള ഇതേപോലത്തെ ബ്രാൻഡ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ഒരു ടൈപ്പ് നമുക്ക് ചീപ്പായിട്ടുള്ള വാങ്ങിക്കാൻ പറ്റേ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡ്രില്ലിംഗ് മെഷീനോ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെന്നെങ്കിൽ ഈ ഒരു ടൈപ്പ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ചോദിക്കാം. ഓക്കെ, ബൈ.